ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീഡിയ ടെക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ചീത്തയായ UPS ഒക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു മിനി ഇൻവെർട്ടർ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അധികം സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ UPS എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു സാധനമാണ്. അതായത് ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകാനാണ് പതിവ്. അത് മാത്രമല്ല, നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ നേരം മാക്സിമം ഒരു 10-15 മിനിറ്റാണ് അത് നമുക്ക് ബാക്കപ്പ് വരാറ്. അതിനകത്തിരിക്കുന്നത് 12 വോൾട്ട് 7 AH വരെയുള്ള ഒരു ബാറ്ററിയാണ്. അത് ഒട്ടും നമുക്ക് ബാക്കപ്പ് വരത്തില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടായിരുന്നു. അതിനകത്തിരുന്ന 12 വോൾട്ട് 20 AHൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ അതുപോലെ അത്തരത്തിലുള്ള AH കൂടിയ ബാറ്ററി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച ഒരു ബാക്കപ്പ് കിട്ടാൻ പറ്റും. ഞാൻ 20 AH യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു 5 LED-യും അതുപോലെ തന്നെ ഒരു ഫാനും ഒക്കെ ഒരു 7-8 മണിക്കൂർ മാക്സിമം എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഞാൻ യൂസ് ചെയ്യുന്ന അതേ AH അളവിലുള്ള ഒരു ബാറ്ററിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അതേ ബാക്കപ്പ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അധികം സമയം വേസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ ഗൈസ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിൽ ആ ചീത്തയായിരിക്കുന്ന UPS എടുക്കുക. ഇതിൻ്റെ ബാറ്ററി മൊത്തത്തിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ UPS ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാറ്ററി ഫുള്ള് പോയിരിക്കുകയാണ്. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ ബാക്കിലുള്ള 4 സ്ക്രൂ ഒന്ന് റിമൂവ് ചെയ്യുക. ഞാനിതിപ്പോൾ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം പതിയെ അതിൻ്റെ മേൽഭാഗം തുറക്കുന്ന ടൈമിൽ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. കാരണം അപ്പുറത്തെ ഇപ്പുറത്തേക്കായിട്ട് അതിൻ്റെ കുറേ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് വയറൊന്നും വിടാതെ വളരെ സൂക്ഷിച്ച് തന്നെ ചെയ്യുക. ഞാനിനി ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, അതിനകത്തിരിക്കുന്ന ബാറ്ററി ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് അതിൻ്റെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ നമ്മുടെ മൾട്ടിമീറ്റർ എടുത്തിട്ട് അതിൻ്റെ DC വോൾട്ടേജിനെ 20 വോൾട്ടേജിലേക്ക് ആക്കിയിട്ടുണ്ട്. കാരണം ഇതിനകത്തിരിക്കുന്നത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ 1 വോൾട്ടിനേക്കാളും താഴത്താണ് അതിൻ്റെ വോൾട്ടേജ് ഉള്ളത്. അപ്പോൾ അത് മൊത്തത്തിൽ ഡെഡായിട്ടുള്ളൊരു ബാറ്ററിയാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആ സർക്യൂട്ടിൽ നിന്ന് ആ ബാറ്ററിയുടെ കണക്ഷൻ അങ്ങ് വിടുക. ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ആ ഒരു ടെർമിനൽ റിമൂവ് ചെയ്യുക. അതിനുശേഷം പോസിറ്റീവ് റിമൂവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ 2 വയർ കിട്ടും. പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള ആ സർക്യൂട്ടിൽ നിന്ന് വരുന്ന വയർ നേരെ ബാറ്ററിയിലേക്ക് പോകുന്ന വയറാണിത്. ഈ വയർ വേണം നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഞാൻ വെക്കാൻ പോകുന്നത് 12 വോൾട്ട് 20 AHൻ്റെ ഒരു ബാറ്ററിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇലക്ട്രിക് വണ്ടിയുടെ ബാറ്ററിയാണിത്. ഇതിനിപ്പോൾ വോൾട്ടേജ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 11 പോയിൻറ്റ് സംതിങ് ഉണ്ട്. അതായത് ഒരു 8-ന് താഴത്തേക്ക് വരുവാണെങ്കിൽ അതിനൊട്ടും ബാക്കപ്പ് കാണില്ല കേട്ടോ. ബാറ്ററി ഫുള്ള് അത് പോരാ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് 2 സ്ക്വയറിൻ്റെ വയറാണ്. നിങ്ങളതിപ്പോൾ വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യുക. കാരണം 2 സ്ക്വയറിന് മേളിലോട്ടുള്ള വയർ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ ഹെവി ലോഡ് കൊടുക്കുന്ന ടൈമിൽ പ്രശ്നമാവും. ഞാനപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ബ്ലൂ കളർ പോസിറ്റീവും യെല്ലോ കളർ നെഗറ്റീവും ആയിട്ടാണ്. അതിനുശേഷം നിങ്ങൾ മൾട്ടിമീറ്റർ എടുത്തതിന് ശേഷം അറ്റത്ത് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ സർക്യൂട്ടിലേക്ക് വോൾട്ടേജ് എന്നില്ലെങ്കിൽ നിങ്ങളപ്പോൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ UPSൻ്റെ പുറകു വശത്ത് എവിടെയെങ്കിലും ഒരു ഹോൾ ഇടാൻ സ്പേസ് ഉണ്ടോയെന്ന് നോക്കുക. അതിനുശേഷം അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വലിയ ബാറ്ററി ഇതിനകത്തേക്ക് വെക്കുന്നത് നമുക്ക് പോസിബിൾ അല്ല. ഇതിനെ നമ്മൾ പുറത്താണ് അപ്പോൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ ആ ബാറ്ററിയിൽ നിന്ന് വരുന്ന നെഗറ്റീവും പോസിറ്റീവും ടെർമിനൽ അതിനകത്തേക്ക് കയറ്റി വെക്കാൻ നേരം നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ 2 വയർ തമ്മിൽ കൂട്ടിമുട്ടരുത്. കാരണം ഞാനവിടെ ബാറ്ററി സെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വയറകത്തേക്ക് എടുത്തിരിക്കുന്നത്. ആ വയർ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഷോർട്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളത് സൂക്ഷിച്ച് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂ കളറ് പോസിറ്റീവും യെല്ലോ കളറ് നെഗറ്റീവായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പോസിറ്റീവായിട്ടുള്ള ബ്ലൂ വയറിനെ നമ്മുടെ ബോർഡിലേക്കുള്ള റെഡ് വയറിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ യെല്ലോ കളറായിട്ടുള്ള നെഗറ്റീവ് വയറിനെ ബോഡിയിൽ നിന്ന് വരുന്ന ആ ഒരു ബ്ലാക്ക് വയറായിട്ടുള്ള നെഗറ്റീവ് വയറായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ആ 2 വയർ. നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് വരുന്ന 2 വയറാണിത്. റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവുമാണ്. അപ്പോൾ നമുക്കിനി ആ 2 വയർ സോൾഡർ ചെയ്യാം. അപ്പോൾ സോൾഡർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വയറിനകത്തുള്ള ഇൻസുലേഷനെല്ലാം നല്ലപോലെ തന്നെ കളയുക. അല്ലെങ്കിൽ നമ്മുടെ സോൾഡറിങ് ലെഡ് പിടിക്കാതെ വരും. അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. കാരണം ഇത്രയും വോൾട്ടേജ് പോകുന്നൊരു കണക്ഷനാണ്. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക. 12 വോൾട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. എങ്കിലും നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെയാണ് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചേക്കുന്നത്, ഷോർട്ടേജ് ഒന്നും വരാത്ത രീതിയിൽ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കുക, ഷോർട്ടാവാത്ത രീതിയിൽ. ആദ്യം നമ്മുടെ പോസിറ്റീവ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ നെഗറ്റീവ് ചെയ്യുക. ആദ്യം ഫസ്റ്റ് ചെയ്യുന്നതിനെ നല്ലപോലെ ഇൻസുലേറ്റ് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഈ നെഗറ്റീവ് ടെർമിനലിനെയും നല്ലപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ സോൾഡർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലപോലെ ഇൻസുലേറ്റ് ചെയ്യുക.
ഞാനിപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം ഒന്ന് UPS ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഓൺ ആകുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ സർക്യൂട്ട് എല്ലാം കൊടുത്തതിന് ശേഷം വോൾട്ടേജ് ചെക്ക് ചെയ്യാണ് ഗൈസ്. ആദ്യം ഞാൻ പ്ലഗ് ഇൻ ചെയ്തു ചാർജ് കയറുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ചാർജ് എല്ലാം കറക്റ്റായിട്ട് തന്നെ കയറുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് പുറകിലേക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ടെന്ന് നോക്കാം. 230 വോൾട്ട് ഔട്ട്പുട്ടാണ് ഇതിൽ വരുന്നത്. ഞാനപ്പോൾ ഒരു LED ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ള അത്യാവശ്യം നല്ല ഏത് അപ്ലയൻസസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് കുത്താവുന്നതാണ്. ഞാനതിപ്പോൾ LED ബൾബ് കണക്ട് ചെയ്തപ്പോഴത്തേക്കും വളരെ നല്ല ബ്രൈറ്റായിട്ട് തന്നെ LED ബൾബ് കത്തുന്നുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും ഈ ഒരു അറിവ് ഷെയർ ചെയ്തെത്തിക്കുക. എല്ലാവർക്കും നല്ല ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നവരേക്കും ഗുഡ് ബൈ ഗൈസ്.